നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസത്തിന്റെയും ചികിത്സാ നിഷേധത്തിന്റെയും പേരിൽ പൊലിഞ്ഞത് 2 ജീവനുകളാണ്. പലപ്പോഴും പല ബോധവൽക്കരണവും ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുള്ളതാണ്. വീട്ടിൽ സുരക്ഷിതമല്ലാത്ത സ്വയം പ്രസവ മെഡിക്കൽ രീതികൾ അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും മരണത്തിന് വരെ ഇടയാക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും പലയിടങ്ങളിലും ആരും അറിയാതെയും ഇത്തരത്തിൽ വീട്ടിൽ തന്നെ സ്വയം ചികിത്സയും സ്വയം പ്രസവം എടുക്കലും അല്ലെങ്കിൽ ഭർത്താവ് പ്രസവം എടുക്കലൊക്കെ ആ ഒരു രീതി പല ആളുകളും ഇന്ന് ചെയ്തു വരുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവും അമ്മയും മരിച്ച സംഭവം. അതിൽ ഭർത്താവിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മീഡിയ ഇയാളുടെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ഇയാൾ അടുത്തേക്ക് വന്ന മീഡിയയോട് ചീത്ത പറയുന്നതും അല്ലെങ്കിൽ ആ ഒരു ക്യാമറ പൊത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ശാസ്ത്രീയ ചികിത്സകൾക്ക് പകരം അശാസ്ത്രീയമായ രീതികൾ പിന്തുടർന്നതാണ് ദുരന്തത്തിന് കാരണമായതെന്ന നിഗമനത്തിലാണ് പോലീസ് നടപടി ഉള്ളത്. എടക്കഴിയൂർ ഹൈസ്കൂളിന് സമീപം കല്ലുവളപ്പിൽ ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. ഇയാൾക്ക് 43 വയസ്സാണ് പ്രായം. ഇയാളുടെ ഭാര്യയായിട്ടുള്ള മുഹസിനെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയത്. മുഹസിനയ്ക്ക് പ്രായം 37. മുഹസിനയുടെ മരണത്തിന് പിന്നാലെയാണ് വളരെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. മുഹസിനയുടെ ആദ്യത്തെ പ്രസവത്തിലൊന്നല്ല, 7ഓളം പ്രസവങ്ങളാണ് ഇത്തരത്തിൽ വീട്ടിൽ തന്നെ എടുത്തിരിക്കുന്നത്. മുഹസിനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സംഘത്തിന്റെ മൊഴിയാണ് കേസിൽ ഏറെ നിർണായകമായത്. അതായത് ഈ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് അമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞിനും ഏറെ പരിചരണം ആവശ്യമുള്ള ഒരു സമയമാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സകൾ, കൃത്യമായിട്ട് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലണം. അതുപോലെ സ്കാനിങ്ങുകൾ തുടങ്ങി വളരെ ഏറെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതം ഒരു സ്ത്രീക്കും അതുപോലെ തന്നെ ആ കുഞ്ഞിനും നൽകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. പക്ഷെ ഇവിടെ മുഹസിനയുടെ കാര്യത്തിൽ ഗർഭകാലത്തോ പ്രസവ സമയത്തോ മുഹസിനയ്ക്ക് മതിയായ വൈദ്യസഹായം ലഭിച്ചിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രസവശേഷം കടുത്ത അണുബാധയുണ്ടായിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവ് തയ്യാറായില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ മനോനില. അതായത് ഭാര്യ ഇവിടെ വേദന കൊണ്ട് അണുബാധ വന്ന് വേദനിച്ച് അവിടെ കിടന്ന് നരകിച്ച് മരിച്ചാലും ആശുപത്രിയിൽ പോയി ആ ആശുപത്രിയിലെ ചികിത്സാ രീതികൾ അത് തൻ്റെ ഭാര്യയ്ക്ക് ലഭിക്കാൻ ഇയാൾ ഒരു തരത്തിലും കൂട്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വെളിവാകുന്നത്. ആന്തരിക അവയവങ്ങളിൽ ഉൾപ്പെടെ പഴുപ്പ് ബാധിച്ച് നില ഗുരുതരമായ സാഹചര്യത്തിലാണ് ആ വീട്ടുകാർ ഇടപെട്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോഴും അയാൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മനുഷ്യത്വമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴേക്കും യുവതിയുടെ നില ഏറെ വൈകിയിരുന്നു എന്നാണ്. കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യക്കാണ് ഭർത്താവായിട്ടുള്ള ഇബ്രാഹിമിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ജനുവരി 10 മുഹസിനയുടെ പ്രസവം നടന്നത്. വീട്ടിൽ വെച്ച് തന്നെ നടന്ന പ്രസവത്തിന് പിന്നാലെ നവജാത ശിശു 4ാം നാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. കുട്ടി മരിച്ചതും ചികിത്സ കിട്ടാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുഹസിനയുടെ 7ാമത്തെ പ്രസവമായിരുന്നു ഇത്. മുൻപും ഇവരുടെ 2 കുട്ടികൾ സമാന സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അക്യുപങ്ചർ ചികിത്സാ രീതികൾ പിന്തുടരുന്ന ഇബ്രാഹിം ആധുനിക വൈദ്യശാസ്ത്രത്തെ പൂർണ്ണമായും നിഷേധിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. സംഭവ വിവാദമായതോടെ ചാവക്കാട് പോലീസ് ഇബ്രാഹിം താമസിച്ചിരുന്ന വീട് സീൽ ചെയ്തു. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ മെഡിക്കൽ ഓഫീസറും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസിന്റെ ആദ്യഘട്ട നടപടികളിൽ തൃപ്തരല്ലാത്ത മുഹസിനയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്കും SP-ക്കും നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇബ്രാഹിമിനും കുടുംബത്തിനും എതിരായ കൂടുതൽ ഗൗരവകരമായ അന്വേഷണം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതിവേഗം പുരോഗമിക്കുന്ന കേരളത്തിൽ പോലും അന്ധവിശ്വാസങ്ങൾക്കും ചികിത്സാ നിഷേധത്തിനും ഇരയായി അമ്മയും കുഞ്ഞും മരിക്കുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രകൃതി ചികിത്സയുടെയും മറ്റു അശാസ്ത്രീയ മാർഗങ്ങൾ
സംഭവങ്ങളുടെയും പേരിൽ ജീവൻ പണയം വെക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതേസമയം വ്യാഴാഴ്ചയാണ് മുഹ്സിന മരിച്ചത്. ജനുവരി 10-നാണ് ഇബ്രാഹിം മുഹ്സിന ദമ്പതിമാരുടെ നവജാത ശിശു ജനിച്ച് 4-ാം നാൾ മരിച്ചത്. ഈ കുഞ്ഞും മരിച്ചതും ചികിത്സ കിട്ടാതെയാണെന്ന് ആരോപിച്ചും ചാവക്കാട് പോലീസിൽ പുതുപ്പൊന്നാനി സ്വദേശിയായ പൊതുപ്രവർത്തകൻ പാലക്കൽ ഹംസത്ത് മുഹമ്മദ് പരാതി നൽകിയിരുന്നു. മുഹ്സിനയുടെ 7ാമത്തെ പ്രസവമായിരുന്നു ഇത്. നേരത്തെയും ഇവരുടെ 2 കുട്ടികൾ മരിച്ചിരുന്നു. പ്രസവത്തെ തുടർന്നുള്ള അണുബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങളിൽ ഉൾപ്പെടെ പഴുപ്പ് ബാധിച്ചാണ് മുഹ്സിന കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത്. മുഹ്സിനയുടെ ആരോഗ്യനില ഒരുപക്ഷെ മോശമായി തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് അവർക്കൊരു ചികിത്സ നൽകിയിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞിനെയും ഒരുപക്ഷെ ഇയാൾ ഇത്തരത്തിലൊരു കടുംപിടുത്തം തുടർന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നു. അക്യുപങ്ക്ചർ ചികിത്സ പിന്തുടരുന്ന ഇബ്രാഹിം മറ്റു ചികിത്സകളൊന്നും തന്നെ നൽകാൻ തയ്യാറായില്ലെന്ന് പറയുന്നു. മുഹ്സിനയുടെ വീട്ടുകാരെത്തിയാണ് മകളുടെ അവസ്ഥ കണ്ട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയത്. മുഹ്സിനയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് ആദ്യം കേസെടുത്തത്. ഇബ്രാഹിമിനും കുടുംബത്തിനുമെതിരെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് മുഹ്സിനയുടെ കുടുംബം അറിയിച്ചിരുന്നു. എന്നാൽ കമ്മീഷണറെ ശനിയാഴ്ച നേരിൽ കാണാൻ കഴിയാതിരുന്നതിനാൽ അടുത്ത ദിവസം കമ്മീഷണർക്കും തൃശ്ശൂർ SP-ക്കും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. വീടുകളിലെ പ്രസവത്തിൽ നിന്ന് ദമ്പതികളെ പിന്തിരിപ്പിക്കാനുള്ള ബോധവൽക്കരണം തുടരുമ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇനിയും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പലതൊക്കെ തന്നെ നമുക്കറിയാം. ഇപ്പോൾ വളരെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാപ്രവർത്തകരൊക്കെ തന്നെ. ഇത്തരത്തിൽ ഒരു കുടുംബ ആരെങ്കിലും ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് വരുന്നു. അവർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. കൃത്യമായിട്ട് ഇടവേളകളിൽ ഡോക്ടറെ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ അവർ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോഴും അതൊന്നും എത്താത്ത മേഖലകൾ ഉണ്ടാവാതിരിക്കാം. അല്ലെങ്കിൽ ഈ കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ തുടർ ചികിത്സ തുടരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. സംസ്ഥാനത്ത് ഇക്കാലത്ത് വീടുകളിൽ പ്രസവം വ്യാപകമായി നടക്കുന്നുണ്ട്. 2024-25 കാലയളവിൽ മാത്രം 428 പ്രസവങ്ങളാണ് ഇത്തരത്തിൽ വീടുകളിൽ സുരക്ഷിതമല്ലാത്ത രീതിയിൽ നടന്നിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത്. മലപ്പുറത്താണ് വീടുകളിലെ പ്രസവം ഏറ്റവും കൂടുതൽ. 2024-25 കാലയളവിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 191 പ്രസവങ്ങൾ വീടുകളിൽ നടന്നു. പത്തനംതിട്ടയിലാണ് വീട്ടിലെ പ്രസവം ഏറ്റവും കുറവ്. ഇത്തരം 6 സംഭവങ്ങളാണ് പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് 21 പ്രസവങ്ങളും കൊല്ലത്ത് 20 പ്രസവങ്ങളുമാണ് വീടുകളിൽ നടന്നത്. പത്തനംതിട്ട 6, ആലപ്പുഴ 9, കോട്ടയം 10, ഇടുക്കി 37, എറണാകുളം 24, തൃശൂർ 15, പാലക്കാട് 16, കോഴിക്കോട് 24, വയനാട് 24, കണ്ണൂർ 16, കാസർഗോഡ് 15 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. 2023-24 കാലയളവിൽ സംസ്ഥാനത്ത് വീടുകളിലെ പ്രസവങ്ങൾ 523 റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2024-25 കാലയളവിൽ വീട്ടിലെ പ്രസവങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ഇപ്പോൾ പ്രസവത്തിനായി സ്ത്രീകൾ ആശുപത്രികളിൽ എത്തിച്ചേരാത്തതും ആശങ്കയുണർത്തുന്നുണ്ട്. വിദഗ്ധരുടെ സഹായമില്ലാതെ വീട്ടിൽ വെച്ച് സംഭവിക്കുന്ന പ്രസവങ്ങൾ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും ജീവന് പോലും ഭീഷണിയാണ്. ആരോഗ്യവകുപ്പ് വീട്ടിലെ പ്രസവങ്ങൾക്കെതിരായി ശക്തമായ ക്യാമ്പയിൻ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വീട്ടിലെ പ്രസവങ്ങളെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അശാസ്ത്രീയമായ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇവരുടെ വാക്കുകൾ കേട്ടാണ് ഇത്തരത്തിലുള്ളവർ ഈ ഒരു സാഹസികതയ്ക്ക് മുതിരുന്നത്. ഒരു കാര്യം ഓർക്കണം, ഇന്ന് കാലത്ത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള രീതികളിൽ സ്വയം പ്രസവമെടുക്കൽ, വീട്ടിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിൽ ഇത്തരത്തിൽ പ്രസവമെടുക്കലൊക്കെ തന്നെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിന് ഇരയാക്കും എന്നുള്ള നടുക്കുന്ന സത്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്.